പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ നിലപാട് കടുപ്പിച്ച് അമേരിക്കയും ഇറാനും. കരാറിലെത്താതെ ഇറാന്റെ നാവിക ഉപരോധം അവസാനിപ്പിക്കില്ലെന്ന് ട്രംപ്. കരാറിലെത്തിയില്ലെങ്കിൽ ഉടൻ നിരവധി ബോംബുകൾ പൊട്ടാൻ തുടങ്ങുമെന്നും ഭീഷണി. ഉപരോധം അവസാനിപ്പിക്കാതെ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ലെന്ന് ഉറപ്പിച്ച് ഇറാൻ. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ ഇറാൻ കീഴടങ്ങില്ലെന്നും പ്രസിഡന്റ് പെസഷ്കിയാൻ. കോഴിക്കോട് പേരാമ്പ്രയിൽ സ്ട്രോങ് റൂം തുറന്നെന്ന വിവാദത്തിൽ കളക്ടർ ഉടൻ റിപ്പോർട്ട് നൽകും. വിശദീകരണം തേടിയത് ചീഫ് ഇലക്ടറൽ ഓഫീസർ. സ്ട്രോങ് റൂം അടക്കം സീൽ ചെയ്ത മുറികളൊന്നും തുറന്നിട്ടില്ലെന്ന് കളക്ടർ. രേഖകളുടെ പകർപ്പുകളുള്ള മുറി തുറന്ന് പരിശോധിച്ചതും പൂട്ടിയതും LDF, UDF ഏജന്റുമാരുടെ സാന്നിധ്യത്തിലെന്നും കളക്ടർ. തമിഴ്നാട്ടിൽ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. അവസാന ദിവസങ്ങളിൽ കളത്തിലിറക്കി മുന്നണികൾ. വനിതാ ബില്ലും ED പരിശോധനകളും വിഷയമാക്കി പ്രചാരണം. ബംഗാളിൽ 1ാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശങ്ങളിലും ഇന്ന് കൊട്ടിക്കലാശം. 2ാം ഘട്ട വോട്ടെടുപ്പ് ഏപ്രിൽ 29-ന്. ചിലയിടങ്ങളിൽ മഴ ലഭിച്ചെങ്കിലും സംസ്ഥാനത്ത് 4 ദിവസത്തേക്ക് കൊടും ചൂട് തുടരും. പാലക്കാട് താപനില 40 ഡിഗ്രി സെൽഷ്യസിലെത്തി. കുട്ടികളെ അംഗനവാടിയിലേക്ക് അയക്കേണ്ടതില്ലെന്നും നിർദ്ദേശം. മാറ്റിവെക്കാനാകാത്ത പരീക്ഷകളുണ്ടെങ്കിൽ ചൂടിനെ നേരിടാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും നിർദ്ദേശം. വേനൽ മഴ ലഭിച്ചതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗത്തിൽ നേരിയ കുറവ്. IPL-ൽ മുംബൈ ഇന്ത്യൻസിന് തകർപ്പൻ ജയം. ഗുജറാത്ത് ടൈറ്റൻസിനെ തകർത്തത് 99 റൺസിന്. 45 പന്തിൽ സെഞ്ചുറി നേടി തിലക് വർമ്മ. ഇന്ന് ഹൈദരാബാദ് സൺറൈസേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. മത്സരം ഹൈദരാബാദ് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ.